പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ സ്തുതികൾക്കും ആരാധ്യനായ ദൈവമേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഞാൻ എൻ്റെ വഴികളിലൂടെ മുൻപോട്ട് നടന്നപ്പോൾ എല്ലാവരും എന്നെ സംശയത്തോടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. പൊതുസ്ഥലങ്ങളിൽ എന്നെ മറ്റുള്ളവർ കണ്ടപ്പോൾ അവരെല്ലാവരും കൂട്ടം കൂടി നിന്ന് എന്തൊക്കെയോ പിറുപിറുക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. അവരിൽ നിന്നൊക്കെ ഓടി ഒളിച്ചുകൊണ്ട് പലപ്പോഴും ഒറ്റയ്ക്കായി നിൽക്കുവാനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ഉള്ളിൽ ഭയം നിറഞ്ഞുകൊണ്ടിരുന്നു. മറ്റുള്ളവർക്കെല്ലാം എന്നെ മനസ്സിലായി എന്നെനിക്ക് മനസ്സിലായി. ഞാനൊരു കള്ളനായിരുന്നു. ഞാനൊരു കള്ളനല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി പല രീതിയിലും അഭിനയിച്ചെങ്കിലും എല്ലാവരുടെയും കണ്ണുകളിൽ ഞാൻ തെറ്റുകാരനാണെന്ന് മനസ്സിലാക്കി തുടങ്ങി. അതെ, ജീവിതത്തിലെ പല സാഹചര്യങ്ങളും എന്നെ ഒരു കള്ളനാക്കി മാറ്റി. എന്നെങ്കിലും പിടിക്കപ്പെടുമെന്ന് എനിക്കറിയാമെങ്കിലും
എൻ്റെ ഉള്ളിൽ ആ ശീലത്തെ എനിക്കൊരിക്കലും മാറ്റാൻ പറ്റിയില്ല. പണമില്ലാതെ വന്നപ്പോൾ, ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ വന്നപ്പോൾ ഞാൻ അപരനിൽ നിന്ന് മോഷ്ടിക്കാൻ തുടങ്ങി. ഇന്ന് എന്നെ എല്ലാവരും തിരിച്ചറിയാൻ തുടങ്ങി. ഞാനൊരു കള്ളനാണെന്ന് എല്ലാവരും മനസ്സിലാക്കി തുടങ്ങി. തമ്പുരാന്റെ ജീവിതത്തിൽ എവിടെയൊക്കെയോ ഞാൻ തിരിച്ചു കയറാൻ ശ്രമിച്ചപ്പോഴും എൻ്റെ ശീലങ്ങൾ എന്നെ ഒരു കള്ളനാക്കി തന്നെ മാറ്റിക്കൊണ്ടിരുന്നു. ഞാൻ പറയുന്നത് മൊത്തം കളവായി മാറിക്കൊണ്ടിരുന്നു. സത്യമില്ലാതെ നുണകൾ മാത്രമുള്ള ഒരു മനുഷ്യ ജീവിതമായിട്ട് ഞാൻ മാറിക്കൊണ്ടിരുന്നു. മറ്റുള്ളവരോട് ഉള്ളു തുറന്ന് സംസാരിക്കാനോ മറ്റുള്ളവരോട് സ്നേഹത്തിൽ പെരുമാറാനോ എനിക്ക് കഴിയാതെ പോയി. വലിയൊരു പാപിയായി ഞാൻ മാറി. എൻ്റെ ഓരോ ദിവസവും ഇരുട്ട് മൂടുവാൻ തുടങ്ങി. എന്നിലെ ശാന്തത നഷ്ടമായി. ഒരിക്കൽ പോലും സമാധാനത്തോടെ കണ്ണടയ്ക്കാൻ എനിക്ക് പറ്റാതെയായി തുടങ്ങി. നിന്നിലേക്ക് എപ്പോഴും തിരിച്ചു വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ എൻ്റെ ശീലങ്ങൾ എന്നെ അനുവദിച്ചില്ല തമ്പുരാനെ. എൻ്റെ ജീവിതത്തിൽ ഒന്ന് ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ശീലങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വന്ന് എന്നോട് ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആരെക്കാളും ശ്രേഷ്ഠമായി, ആരെക്കാളും ശക്തമായി ആത്മാവിനാൽ എന്നിലേക്ക് ഇറങ്ങി വന്ന് ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ. ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ. ഞാൻ എവിടെയൊക്കെയോ തിരിച്ചറിഞ്ഞ ദിനം വന്നെത്തി. എന്നെ എല്ലാവരും വളഞ്ഞാക്രമിച്ചു. എൻ്റെ കൈകൾ ബന്ധിച്ചു. ഒരു പറ്റം ആളുകൾ എന്നെ വളരെയേറെ ദ്രോഹിച്ചു. എന്നെ ചുറ്റും കൂടി തല്ലി, എന്നെ കളിയാക്കി, എന്നെ മുഴുവനായും ബന്ധിച്ച് കല്ലുകൾ നിറഞ്ഞ വഴിയിലൂടെ വലിച്ചിഴച്ച് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു മലയുടെ മുകളിലേക്ക് എല്ലാവരും എന്നെ കൂട്ടിക്കൊണ്ടുപോയി. മുന്നോട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാതെ വന്നു. എന്നെ ആ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ ഒത്തിരി പേര് നിൽപ്പുന്നുണ്ടായിരുന്നു.
കുറച്ചു പേര് പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു, കുറച്ചു പേര് കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു, കുറച്ചു പേര് ആകാംക്ഷയോടെ എന്ത് സംഭവിക്കും എന്നറിയാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. എൻ്റെ ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ മലയുടെ മുകളിലേക്ക് ഞാൻ എത്തിയപ്പോൾ 3 കുരിശുകളാണ് ഞാൻ കണ്ടത്. ഇടത്തെ കുരിശില് ഒരാളെ വലിഞ്ഞു മുറുക്കി കെട്ടിയിരുന്നു. നടുക്കിലെ കുരിശില് ആരുമില്ലായിരുന്നു. വലത്തുവശത്തെ കുരിശിലേക്ക് അവരെന്നെ വലിച്ചു കയറ്റി. എൻ്റെ കരങ്ങളും കാലുകളും വലിഞ്ഞു മുറുക്കി എന്നെ ആ മരത്തിൽ തൂക്കി. ഞാൻ ഇടത്തോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അതിയായ ശബ്ദത്തോടും നിലവിളിച്ചുകൊണ്ട് മറ്റൊരുത്തനെയും ഞാൻ കണ്ടു. ഞാൻ മനസ്സിലാക്കി, എന്നെപ്പോലെ ജീവിതത്തിൻ്റെ ഏതോ മേഖലകളിൽ പിടിക്കപ്പെട്ട ഒരു കള്ളം തന്നെയാണവൻ. വേദന സഹിച്ച് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ആ മലയുടെ മുകളിലേക്ക് വലിയൊരു കുരിശും വഹിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ കയറി വരുന്നത് ഞാൻ കണ്ടു. അവന്റെ നെറ്റിയില് വലിയൊരു മുള്ളുകളുടെ കിരീടം ഉണ്ടായിരുന്നു. അവന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗവും പിച്ചി ചീന്തപ്പെട്ടിരുന്നു. അവന്റെ ഒരു കണ്ണ് ആരൊക്കെയോ ചേർന്ന് മർദ്ദിച്ച് വളരെ അടഞ്ഞിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അവന്റെ ശരീരം കീറി മുറിഞ്ഞായിരുന്നിരുന്നത്. അതിൽ നിന്നും ഒഴുകി വരുന്ന രക്തം അവന്റെ ശരീരത്തിൽ ആകെ പടർന്നിരുന്നു. എന്നാൽ അവന്റെ കണ്ണുകളിൽ പരാതിയില്ലായിരുന്നു, അവന്റെ മുഖത്ത് ദേഷ്യമില്ലായിരുന്നു, അവന്റെ അധരങ്ങളിൽ പരാതിയില്ലായിരുന്നു, പകയില്ലായിരുന്നു. എല്ലാം സഹിച്ചുകൊണ്ട്, എല്ലാം ഏറ്റെടുത്തവനെ പോലെ ആ കുരിശ് വഹിച്ചുകൊണ്ട് പിടഞ്ഞ് പിടഞ്ഞ് അവൻ മുൻപോട്ട് കടന്നു വരുന്നത് ഞാൻ കണ്ടു. കൂടെ അവന്റെ അമ്മ ഉള്ളതായിട്ട് എനിക്ക് തോന്നി. കാരണം മറ്റുള്ളവരുടെ കണ്ണുകളിലില്ലാത്ത ഒരു സ്നേഹവും അതിൻ്റെ ആഴവും ആ സ്ത്രീയുടെ കണ്ണുകളിൽ ഞാൻ കണ്ടു. ഞാൻ വിശ്വസിച്ചു അതവനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അവൻ്റെ അമ്മയായിരിക്കുമെന്ന്. അവൻ്റെ ഒപ്പം മറ്റു സ്ത്രീകളും കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരും ആഹ്ലാദത്തോടെ ആനന്ദിച്ച് അവനെ മുറിവേൽപ്പിച്ചപ്പോൾ അവൻ നിശബ്ദനായിട്ട് എല്ലാം സഹിക്കുന്നത് എന്നെ അമ്പരപ്പിച്ചു. ആരൊക്കെയോ അവിടെ നിന്ന് പറയുന്നത് കേട്ടു, ഇവൻ നീതിമാനല്ലേ എന്ന്. ആരൊക്കെയോ പറയുന്നത് കേട്ടു, ഇവൻ വലിയ വലിയ അത്ഭുതങ്ങൾ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെന്ന്. പിന്നീട് പറയുന്നത് കേട്ടു, അവൻ ആരെയും വേദനിപ്പിച്ചിട്ടില്ല എന്ന്. തമ്പുരാനെ, ഞാൻ ഓർക്കുന്നു, ഞാൻ എത്രയോ പേരെ വേദനിപ്പിച്ചു. ഞാൻ എത്രയോ ജീവിതങ്ങളുടെ വെളിച്ചം കെടുത്തി. ഞാനിതിന് അർഹനാണല്ലോ. പക്ഷേ ഈ കയറി വരുന്നവൻ്റെ മേല് എന്ത് തെറ്റായിരിക്കുമുള്ളത്? എന്തിനായിരിക്കും എല്ലാവരും ചേർന്ന് അവനിങ്ങനെ വേദനിപ്പിക്കുന്നത്? എൻ്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് കർത്താവേ പിന്നെ മുൻപിൽ നടന്നത്. അവനെ എല്ലാവരും കൂടെ ആ കുരിശിലേക്ക് കിടത്തിയിട്ട് അവൻ്റെ കൈകള് വലിച്ചു പിടിച്ച് വലിയ കാരിരുമ്പിന്റെ ആണി ആ കരങ്ങളിലൂടെ തുളഞ്ഞു കയറിയപ്പോ രക്തം ചീന്തുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. അവന്റെ 2 കരങ്ങളിലും അവർ ആണികൾ അടിച്ചു കയറ്റിയപ്പോ ഈശോയെ, ഞാൻ എവിടെയോ ആഗ്രഹിച്ച്, എവിടെയോ കാണാൻ കൊതിച്ച ഒരു സ്നേഹത്തെ ഞാൻ കാണുന്നുണ്ടായിരുന്നു.
അവൻ്റെ കാലുകൾ നീട്ടി വലിയ കാരിരുമ്പിൻ്റെ ആണി 2 കാലുകളിലൂടെയും തുളച്ച് ആ മരക്കുരിശിലേക്ക് കയറിയപ്പോൾ ഇത്രയും നാൾ ഞാൻ ചെയ്ത തെറ്റുകളെ ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. ഞാൻ സഹിക്കേണ്ട വേദനകൾ ഇതാ ഈ മനുഷ്യൻ സഹിക്കുന്നു. ആരെയും പരാതി പറയാതെ ആ വേദനകൾ മുഴുവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ നടുവില് ആ മനുഷ്യനെ ആകാശത്തിൻ്റെയും ഈ ഭൂമിയുടെയും നടുവില് ഇങ്ങനെ നിർത്തിയപ്പോൾ ഞാൻ ആലോചിച്ചു, കർത്താവേ, ആ മനുഷ്യൻ വെറും ഒരു മനുഷ്യനല്ല, അവനാണ് ദൈവം. അവനാണ് ഈ ലോകം കാത്തിരുന്ന രക്ഷകൻ. പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ കർത്താവേ ലോകത്തിന് വേണ്ടി വന്നവൻ, ഈ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാട്. ഇടത് നിൽക്കുന്ന ആ കള്ളൻ അവനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, അവനെ കളിയാക്കുന്നുണ്ടായിരുന്നു, അവനെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊന്നും പറയാൻ സാധിച്ചില്ല. ഒരു നീതിമാന്റെ രക്തമാണ് ആ പൊടിഞ്ഞു വീഴുന്നതെന്ന് എൻ്റെ അകം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇത്രയും നാൾ ഞാൻ ആഗ്രഹിച്ച ഒരു സ്നേഹത്തെ ഞാൻ മുന്നിൽ കണ്ടു. ഇത്രയും നാൾ ഞാൻ കേൾക്കാൻ കൊതിച്ച ശബ്ദത്തെ ഞാൻ കേട്ടു. അവൻ എൻ്റെ അരികിൽ വന്നപ്പോൾ ആരൊക്കെയോ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന ഒരു തോന്നൽ എനിക്ക് വന്നു തുടങ്ങി. ഈശോയെ, നീയാണ് എൻ്റെ പ്രിയനെന്നും നീയാണ് എൻ്റെ രക്ഷകനെന്നും എനിക്ക് വേണ്ടി പൊടിയുന്നതാണ് ഈ രക്തവുമെന്നും ഞാൻ മനസ്സിലാക്കി. ഉള്ളുരുകി അന്നാദ്യമായി ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ പാപങ്ങളിൽ നിന്ന് എനിക്ക് പൊറുതി തരണമേ. എൻ പാപമെല്ലാം മോചിച്ചു നീ, ദുഃഖഭാരമെല്ലാം മോചിച്ചു നീ, ആത്മാവിൽ നീ വന്നേരമെൻ കണ്ണീരു വേഗം ആനന്ദമാ. 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 എൻ പാപമെല്ലാം മായിച്ചു നീ, ദുഃഖഭാരമെല്ലാം മോചിച്ചു നീ, തുല്യം ചൊല്ലാ ആരുമില്ലേ, അങ്ങേ പോലെ യേശുവേ, തുല്യം ചൊല്ലാ ആരുമില്ലേ, അങ്ങേ പോലെ യേശുവേ. ജീവനേ സ്വന്തമേ, അങ്ങേ മാർവിൽ ചാരുവാൻ
സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. കണ്ണുകളുയർത്തി ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, നീ സ്വർഗരാജ്യത്തിലെത്തുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ. അവൻ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് സൗമ്യമായി എൻ്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. എൻ്റെ മിഴികൾ പതിയെ അടഞ്ഞു. ഇത്രയും നാൾ ഞാൻ ആഗ്രഹിച്ച ആ ശബ്ദം ഞാൻ കേട്ടു. സ്നേഹത്തോടുകൂടെ ഒരാൾ എന്നോട് സംസാരിച്ചു. എൻ്റെ കണ്ണുകൾ അടയുമ്പോൾ, എൻ്റെ ശ്വാസം നിലയ്ക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ചെവികളിൽ അത് കേട്ടുകൊണ്ടിരുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. നമുക്കെല്ലാവർക്കും മിഴികൾ ഉയർത്തിക്കൊണ്ട് ഈശോയെ നോക്കി ഒരു നിമിഷം നിന്നുകൊണ്ട് സമാപന ആശീർവാദത്തിനായിട്ട്, കൃപകളുടെ നിമിഷത്തിലേക്കായിട്ട് നമ്മളെ തന്നെ ഒരുക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആത്മാവിൽ നീ വന്നേര്
കണ്ണുനീർ